ഹായ് എവരി വൺ, വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സിംഗിൾ ലിങ്ക് ലിസ്റ്റിൻ്റെ ഇൻസേർഷൻ ആയിരുന്നു. ഓക്കെ, ഇൻസേർഷൻ നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്തു, ലാസ്റ്റ് പൊസിഷനിൽ കൊണ്ടുപോയിട്ട് ഇൻസേർട്ട് ചെയ്തു, ഇൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ മിഡിൽ നോഡുകളുടെ ഇടയിൽ കൊണ്ടുവന്ന് ഇൻസേർട്ട് ചെയ്തു. അപ്പം അതെങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഡിലീഷൻ നമുക്ക് എങ്ങനെ ഈ 3 പൊസിഷനുകളായിട്ട് ഡിലീഷൻ ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഡിലീഷൻ നമുക്ക് എവിടേക്ക് ചെയ്യണം? ഫ്രം ഫസ്റ്റ് പൊസിഷനിൽ ഡിലീഷൻ ചെയ്യണം, ഫസ്റ്റ് പൊസിഷനിൽ ചെയ്യണം, ലാസ്റ്റ് പൊസിഷനിൽ ചെയ്യണം, ആൻഡ് ഓൾസോ പൊസിഷൻ അറ്റ് എനി പൊസിഷൻ ഇൻ ദി ലിസ്റ്റ്. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു നോഡ്, അതായത് ഈ നോഡിന് ഫസ്റ്റ് നോഡ് എന്ന് പറയുന്ന നോഡ് അതാണല്ലോ, ആ നോഡിനെ നമുക്ക് അതിൻ്റെ ഡിലീറ്റ് ചെയ്യാം. അതായത് ലിങ്കഡ് ലിസ്റ്റിൻ്റെ ഫസ്റ്റ് നോഡ് എന്ന് പറയുന്നത് ഈ നോഡാണ്. ഈ ഹെഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ബിഗിനിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് ആ ഹെഡ് അല്ലെങ്കിൽ ഈ നോഡിൻ്റെ അഡ്രസ്സിനെ ഫെച്ച് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ 10 എന്ന് പറയുന്ന ആ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഹെഡിലാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യണം. അപ്പം ഈ ഹെഡിലുള്ളത് ഈ 10 എന്ന് പറയുന്ന നോഡിൻ്റെ അഡ്രസ്സ് ആണെങ്കിൽ അതെന്താണ്? 10ലേക്ക് തന്നെയാണ് ഫസ്റ്റ് നോഡായിട്ട് പോവുക. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്താൽ മതി? ഈ 20 എന്ന് പറയുന്ന നോഡിൻ്റെ അഡ്രസ്സ് ഈ ഹെഡിൽ സേവ് ചെയ്താൽ പോരെ. അപ്പോൾ എന്താവും? ഇതുമായിട്ടുള്ള കണക്ഷൻ അങ്ങോട്ട് കട്ടാവും. ഓക്കെ, എന്നിട്ട് ഈ ഹെഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ 20ൻ്റെ അഡ്രസ്സ് ആയിരിക്കും, 20 എന്ന് പറയുന്ന ഈ നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഹെഡിലുള്ളത്. അപ്പോൾ ഹെഡ് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ലിങ്ക് എങ്ങോട്ടാണ് പോവുക? ഈ 20 എന്ന് പറയുന്ന നോഡിലേക്കാണ് പോവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഫസ്റ്റ് നോഡ് എന്ന് പറയുന്നത് അവിടെ ഡിലീറ്റഡ് ആയി പോവും. സോ നമുക്ക് നമ്മുടെ കോഡിൽ എന്ത് എഴുതിയാൽ മതി? ഈ ഹെഡിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഹെഡ് ഇത് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ 10ൽ ഉണ്ടായിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഈ 10 എന്ന് പറയുന്ന നോഡിലുള്ളത് എന്താണ്? ഈ 10 എന്ന് പറയുന്ന നോഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 20 എന്ന് പറയുന്ന നോഡിൻ്റെ അഡ്രസ്സാണ്. ഓക്കെ, അപ്പം ഈ ലിങ്ക് എന്ന് പറയുന്നത് ഈ ലിങ്കിനെ നമുക്ക് ഹെഡിലോട്ട് അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? അസൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഈ ലിങ്കിലാണ് ഉണ്ടായിരിക്കുക 20ൻ്റെ അഡ്രസ്സ്. അപ്പം ഹെഡിലേക്ക് നമ്മൾ ഹെഡിൻ്റെ ലിങ്കിൻ്റെ അഡ്രസ്സ്, ഹെഡിൻ്റെ ഈ ലിങ്ക് എന്ന് പറയുന്നത് എന്താണ്? ലിങ്ക് എന്ന് പറയുന്നതിലാണ് 20ൻ്റെ അഡ്രസ്സ് 1010 എന്ന് പറയുന്ന അഡ്രസ്സ് ആണെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്നത്. സോ ഈ ഹെഡിലേക്ക് നമ്മൾ 1010 എന്ന് പറയുന്ന അഡ്രസ്സ് അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹെഡിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ പോയിൻ്റർ എന്ന് പറയുന്നത് 20 എന്ന് പറയുന്ന നോഡിലേക്ക് പോകും. അപ്പോൾ നമ്മളുടെ ഒബ്വിയസ്ലി ഈ ഒരു കണക്ഷൻ അല്ലെങ്കിൽ 10ഉമായിട്ടുള്ള ഈ നോഡിലേക്കുള്ള ഹെഡിൻ്റെ കണക്ഷൻ അവിടെ ഇല്ലല്ലോ, കാരണം അവിടെ ഉള്ള അഡ്രസ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ നോഡിൻ്റെയാണ്. സോ അപ്പോൾ ആദ്യത്തെ നോഡ് എന്ന് പറയുന്നത് അവിടെ ഡിലീറ്റഡ് ആയി പോകുന്നു. ഓക്കെ, ദെൻ എങ്ങനെയാണ് നമ്മൾ ഒരു ബിഗിനിങ്ങിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നത്? ദെൻ അപ്പോൾ എങ്ങനെയാണ് ഹെഡിൻ്റെ ഡിലീറ്റ്? ഹെഡ് ഈസ് ഈക്വൾ, നമ്മളതൊരു കോഡ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് നള്ളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ലിസ്റ്റ് എന്ന് പറയുന്നത് എം ടി ആണ്. ഓക്കെ, ഹെഡ് നള്ളാണെന്നുണ്ടെങ്കിൽ. എൽസ് ഹെഡ് നള്ളല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഹെഡ് ഈക്വൽ ടു, ഈ ഹെഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിട്ട് വരും? ഈ ഹെഡ് ഈക്വൽ ടു ഹെഡിൻ്റെ ലിങ്ക്. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്ന ഈ അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സ് ആയിരിക്കും ഈ ഹെഡിൽ ഉണ്ടായിരിക്കുക. ആ അഡ്രസ്സ് എന്ന് പറയുന്നത് ഈ 20 എന്ന് പറയുന്നതിൻ്റെ അഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ ഹെഡിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ആ അഡ്രസ്സിനെ നമ്മൾ ഹെഡിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. സോ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് ലിങ്കുമായിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് നോഡുമായിട്ടുള്ള ആ ലിങ്ക് അങ്ങോട്ട് എന്തായിട്ട് വരും? അവിടെ ഡിലീറ്റ് ആയിപ്പോൾ ആ ലിങ്ക് അവിടുന്ന്, അല്ലെങ്കിൽ ആ കണക്ഷൻ അവിടുന്ന് എന്തായി? കട്ടായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബിഗിനിങ്ങിൽ നിന്ന് ഡിലീഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് നോഡ് അങ്ങനെ കട്ടായിട്ട് നമ്മളുടെ സെക്കൻഡ് നോഡിലേക്കായിരിക്കും നമ്മളെ ഹെഡിൻ്റെ ലിങ്ക് വരുന്നത്. ഓക്കെ, അപ്പം എൻഡിൽ നിന്ന് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം? എൻഡിൽ നിന്ന് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എൻഡ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് എങ്ങനെയാണത് എൻഡാണെന്ന് മനസ്സിലാവുന്നത്? എൻഡാണെന്ന് മനസ്സിലാവുന്നത് ലാസ്റ്റ് നോഡിലെ ലിങ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് നള്ളായിരിക്കും ഉണ്ടായിരിക്കുക. ലാസ്റ്റ് നോഡിലെ ലിങ്ക് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലിങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നൾ എന്ന് പറയുന്ന വാല്യൂവിനെയാണ്. അതായത് ആ നോഡ് ഇനി വേറെ ഒരു നോഡിലേക്കും വേറെ ഏത് നോഡിൻ്റെയും അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നില്ല, അവയുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ല. സോ ഈ നൾ എന്ന് പറയുന്ന ഈ നോഡിനെ
നോഡിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ഈ നൾ എന്ന് എഴുതിയിരിക്കുന്ന ഏത് നോഡിലാണോ നൾ ഫീൽഡ് ഉള്ളത് അത് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ആ നോഡിനെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിലീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ് ദി എൻഡിലുള്ള ഡിലീഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ രണ്ട് വേരിയബിൾസിനെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് രണ്ട് വേരിയബിൾസ്, പ്രീവ് അല്ലെങ്കിൽ കറൻറ്റ്. ഓക്കെ, നമുക്കറിയാം ഒരു അതിൻ്റെ നോഡുകൾ എന്ന് പറയുന്നത് ഓരോന്നും കണക്റ്റഡ് ആണ് അല്ലേ. കറൻറ്റ് നോഡിൽ എന്താണ് ഉണ്ടായിരിക്കുക, അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ കറൻറ്റ് നോഡ് എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് മുന്നത്തെ നോഡായിരിക്കും ഈ കറൻറ്റ് നോഡിനെ എന്ത് ചെയ്യുന്നത്, പോയിന്റ് ചെയ്യുന്നത് അല്ലേ. ഈ കറൻറ്റ് നോഡ് എങ്ങോട്ടാന്നുള്ളത് തൊട്ട് മുന്നത്തെ നോഡിനാണ് അറിയാം. ആൻഡ് ആൾസോ കറൻറ്റ് നോഡിനറിയും അടുത്ത നോഡ് എന്ന് പറയുന്നത് ആരാണെന്നുള്ളത്. സോ അപ്പോൾ നമുക്ക് പ്രീവിയസ് കറൻറ്റ് എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ട് നോഡുകളെയാണ് നമ്മൾ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓൾറെഡി നമുക്കിവിടെ ഹെഡ് എന്ന് പറയുന്നതുണ്ട്. എന്നിട്ട് പ്രിവ് അല്ലെങ്കിൽ പ്രിവ് കറൻറ്റ് എന്ന് പറയുന്ന രണ്ട് നോഡുകളെയും കൂടി നമ്മൾ കമ്പ്യൂട്ടേഷൻ്റെ ഈസിക്ക് വേണ്ടി രണ്ട് നോഡുകളെ എന്ത് ചെയ്യാണ്, ഹെഡായിട്ട് തന്നെ അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രിവ് ഈക്വൾ, ഇപ്പോൾ ഹെഡ് എന്ന് പറയുന്നത് നമ്മളുടെ 10 എന്ന് പറയുന്ന നോഡാണ് അല്ലേ. ഈ ഹെഡ് എന്ന് പറയുന്നത് 10 എന്ന് പറയുന്ന നോഡാണ്. അപ്പോൾ പ്രിവ് ഈക്വൽ ടു ഹെഡ്, കറണ്ട് ഈക്വൽ ടു ഹെഡ്. അപ്പോൾ രണ്ടും ഇങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്, ഈ ഒരു നോഡിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ ഹെഡ് അല്ലെങ്കിൽ ഫസ്റ്റ് നോഡ് എന്ന് പറയുന്നത് 10 ആണ്. ആ 10 എന്ന് പറയുന്ന ഹെഡ് നോഡിലേക്കാണ് നമ്മളുടെ പ്രിവ് എന്ന് പറയുന്നതും കറൻറ്റ് എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസിന് അല്ലെങ്കിൽ രണ്ട് ആ ഒരു നോഡുകളെ നമ്മൾ പോയിന്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഈ നൾ ആരാണ് അല്ലെങ്കിൽ നൾ എവിടെയാണെന്നുള്ളത് മനസ്സിലായിട്ട് വേണം ഇതിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ അപ്പോൾ അടുത്ത് എന്ത് വരും, ഇനി അടുത്ത് എന്ത് വേണം, നമ്മളുടെ ഈ കറൻറ്റ് എന്ന് പറയുന്ന അടുത്ത നോഡിലേക്ക് നമ്മളിപ്പോൾ ഹെഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഹെഡ് എന്ന് പറയുന്നതിൻ്റെ നൾ ഫീൽഡ്, ലിങ്ക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തല്ല, ഹെഡ് എന്ന് പറയുന്നതിൻ്റെ ലിങ്ക് ഫീൽഡ് എന്ന് പറയുന്ന ഈ ഫീൽഡ് നൾ അല്ലെങ്കിൽ നമ്മളുടെ കറൻറ്റ് എന്ന് പറയുന്നത് അടുത്ത ഫീൽഡിലേക്ക് പോകുന്നു. ഓക്കെ, കറൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ ഇതല്ലേ. അപ്പോൾ കറൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇനി എവിടെ എത്തണം, കറൻറ്റ് എന്ന് പറയുന്നത് ഈ നോഡിലെത്തണം. ആ നോഡിലെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കറൻറ്റ് എന്ന് പറയുന്നതിന് അടുത്ത ലിങ്കിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ അറിയാം അടുത്ത നോഡിൻ്റെ അഡ്രസ്സ്. അപ്പം ഓൾറെഡി ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും, 20 എന്ന് പറയുന്ന നോഡിൻ്റെ അഡ്രസ്സ് കിട്ടും. നമ്മൾ കറൻ്റ്ലി ഈ 20 എന്ന് പറയുന്ന നോഡിലെത്തും. ഓക്കെ, എന്നിട്ട് എന്താണ് ചെയ്യുന്നത്, അപ്പം കറൻറ്റ് നമ്മൾ നോഡുള്ളത് 20-ലാണെങ്കിൽ നമ്മളെ പ്രീവിയസ് എന്ന് പറയുന്നതിനെ, അപ്പോൾ പ്രീവിയസ് എന്ന് പറയുന്നതും എന്താണ്, നള്ളല്ല എന്നെങ്കിൽ പ്രീവിയസും അങ്ങോട്ട് പോകുന്നു. ദെൻ അപ്പോൾ നമ്മളുടെ കറൻറ്റ് എന്ന് പറയുന്നതും ഇതേപോലെ ഈ നോഡും നള്ളല്ല എന്നുണ്ടെങ്കിൽ കറൻറ്റ് വീണ്ടും അടുത്ത നോഡിലേക്ക് വരുന്നു. അതിൻ്റെ പോയിൻ്റർ ഫീൽഡ് നള്ളാണെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, അങ്ങനെ നള്ളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് മുന്നത്തെ നോഡിനെ എന്താക്കണം, നള്ളാക്കണം. ഓക്കെ, അങ്ങനെയല്ലേ നമ്മളൊരു ലിങ്ക് ലിസ്റ്റിൻ്റെ എൻഡ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നൾ ഫീൽഡ് വെച്ചിട്ടാണ്. സോ അതിൻ്റെ തൊട്ട് മുന്നത്തെ ഫീൽഡിനെ നള്ളാക്കി വെക്കണം. അത് നമ്മളൊരു പ്രോഗ്രാം വൈസ് ഒന്നും കൂടി പറയാം. നമുക്ക് ആദ്യം ഡിലീറ്റ് ചെയ്യേണ്ടത് ഇവിടെ ഒരു നോഡ് ഉണ്ടായിരുന്നു, 30 എന്ന് പറയുന്ന ഒരു നോഡ് ഉണ്ടായിരുന്നു. ഡാറ്റ ഐറ്റമുള്ള നൾ എന്ന് പറയുന്ന ലിങ്ക് ഫീൽഡുള്ള നള്ളെന്ന് പറയുന്ന പോയിൻ്റർ ഫീൽഡുള്ള ഒരു നോഡ് ഉണ്ടായിരുന്നു. ആ നോഡിനെയാണ് നമുക്കിന്ന് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു കോഡാണിത്. നമ്മൾ എന്ത് ചെയ്യണം, കറൻറ്റ് എന്ന് പറയുന്നതിനെയും പ്രിവ് എന്ന് പറയുന്നതിനെയും ഹെഡാക്കി വെക്കണം. ഓക്കെ, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഇതിൽ പറഞ്ഞു എന്താണ്, ഈ ഹെഡ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ കറൻറ്റിലേ ഉള്ളത്, 10 എന്ന് പറയുന്നതാണ്. അതിലേക്ക് നമ്മളുടെ പ്രിവിനെയും കറൻറ്റിനെയും നമ്മൾ എന്താക്കി വെക്കുകയാണ്, നമ്മളുടെ ഹെഡാക്കി വെക്കുകയാണ്. അതിനുശേഷം റിപ്പീറ്റ് ചെയ്യണം, വൈൽ കറൻറ്റ് നോട്ട് നൾ ഈക്വൽ ടു കറൻറ്റ് ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ. കറൻറ്റ് ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ മീൻസ് വാട്ട്, ഇവിടെയുള്ള ഇപ്പം രണ്ടും ഈ ഹെഡിലേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഈ കറൻറ്റ് എന്ന് പറയുന്നതും ഇതാണ്, പ്രിവ് എന്ന് പറയുന്നതും ഇതാണ്. അപ്പോൾ ഈ കറൻറ്റിൻ്റെ ഈ ഫീൽഡ് എന്ന് പറയുന്നത് നൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കറൻറ്റിന് നള്ളല്ല, അത് എൻഡ് അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ കറൻറ്റ് എന്ത് ചെയ്യും, അടുത്ത നോഡിലേക്ക് ചാടും. ഓക്കെ, അപ്പോൾ അടുത്ത നോഡിലേക്ക് ചാടുന്നത് എങ്ങനെയാണ്, അടുത്ത നോഡിലേക്ക് നമ്മൾ ചാടുന്നത് എങ്ങനെയാണ് നമ്മൾ പോയിന്റിൽ എഴുതിയിട്ടുള്ളത്,
പ്രിവ് ഈക്വൽ ടു കറണ്ട് അല്ലേ, പ്രിവ് ഈക്വൽ ടു കറണ്ട്. അപ്പോൾ പ്രിവിലേക്ക് കറണ്ട് ആയിട്ടുള്ള നോഡിനെയും കറണ്ട് ഈക്വൽ ടു കറണ്ട് ലിങ്കിനെയും കൊടുക്കുന്നു. ഓക്കെ, പ്രിവ് ഈക്വൽ ടു കറണ്ട്, കറണ്ട് ഈക്വൽ ടു കറണ്ട് ലിങ്ക്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം കറണ്ട് ഇവിടെ അല്ലാത്തത് കാരണം കറണ്ട് അടുത്ത നോഡിലേക്ക് എത്തി. ദെൻ അടുത്ത നോഡിലേക്ക് എത്തി. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ അങ്ങോട്ട് ഇതിലേക്കുള്ള ഈ കറണ്ടിൻ്റെ അടുത്ത നോഡിലേക്ക് എത്തിയില്ല. അപ്പോൾ കറൻ്റിലി നമ്മളുടെ കറണ്ട് എന്ന് പറയുന്നത് ഈ നോഡാണ്. അപ്പോൾ നമ്മളുടെ പ്രിവ് എന്ത് വരണം, പ്രിവ് എന്ന് പറയുന്നത് എന്ത് വരും, കറണ്ടായിട്ട് വരും. പ്രിവിനെ കറണ്ടായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, പ്രിവിനെ കറണ്ടായിട്ട് സെറ്റ് ചെയ്യുക. കാരണം ഈ പ്രിവ് എന്ന് പറയുന്നതാണ് നമ്മളുടെ സെക്കൻഡ് ലാസ്റ്റ് നോഡെങ്കിൽ ഈ പ്രിവിൻ്റെ നൾ ഫീൽഡ് നമുക്ക് നള്ളാക്കണം. കാരണം ഇത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം പ്രിവിൻ്റെ നൾ ഫീൽഡ് നള്ളാക്കിയാലാണ് അത് എൻഡ് ആവുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മളുടെ കറണ്ട് ഇത് വീണ്ടും ചെക്ക് ചെയ്യും, ഇത് വീണ്ടും നള്ളല്ല. അപ്പോൾ കറണ്ട് ലാസ്റ്റ് ഫീൽഡിലെത്തും, ലാസ്റ്റ് നോഡിലെത്തും. ഓക്കെ, എന്നിട്ട് ഈ ലാസ്റ്റ് നോഡിന് നള്ളാണോ ചെക്ക് ചെയ്യും. നള്ളാണ്. നമ്മൾ ആ വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ നള്ളാണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പ്രിവിൻ്റെ നൾ ഫീൽഡ്, പ്രിവിൻ്റെ ലിങ്ക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താക്കണം, നള്ളാക്കണം. ഓക്കെ, അപ്പം അതവിടെ ഡിലീറ്റ് ആയി പോവും. പ്രിവിൻ്റെ ലിങ്ക് ഫീൽഡ് നള്ളാക്കണം. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പ്രിവിൻ്റെ ലിങ്ക് ഫീൽഡ് നള്ളാക്കുമ്പോൾ എന്തായി, അത് കഴിഞ്ഞിട്ടുള്ള ആ കറണ്ട് എന്ന് പറയുന്നതിലുള്ളത് എന്തായി പോവും, ഡിലീറ്റ് ആയി പോവും. കറണ്ട് എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കറണ്ടിലുള്ള നൾ എന്ന് പറയുന്ന പോയിന്റർ ഫീൽഡിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ നൾ എന്ന് പറയുന്നത് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഡിലീറ്റ് ചെയ്യുക. അതിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, പ്രിവിൻ്റെ അതിന് തൊട്ട് മുന്നത്തെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് വേരിയബിൾസ് അല്ലെങ്കിൽ രണ്ട് പ്രിവ് എന്ന് പറയുന്നതിനെയും കറണ്ട് എന്ന് പറയുന്ന രണ്ട് നോഡ് വെച്ചിട്ട് അസൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ പ്രിവിൻ്റെ തൊട്ട് മുന്നത്തെ, പ്രിവ് എന്ന് പറയുന്നത് തൊട്ട് മുന്നത്തെ ആ നോഡിൻ്റെ ലിങ്ക് ഫീൽഡ് നല്ലാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് എൻഡിലുള്ള അതിനെ ഡിലീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, മനസ്സിലായോ? അടുത്തത് ഏതെങ്കിലും ഒരു പൊസിഷനെ എങ്ങനെ ഡിലീറ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു പൊസിഷൻ. ഇപ്പം ഈ ഒരു ലിങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 നോഡുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇല്ലേ. 1 2 3 4 4 നോഡുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് എന്തിനാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്, ഈ 30 എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ് പൊസിഷനിലുള്ളതിനെയാണ് നമുക്കിനി ഡിലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, അതിനെന്താക്കണം, ഡിലീറ്റ് ചെയ്യേണ്ടതിനെ നള്ളാക്കണം അല്ലേ. ഡിലീറ്റ് ചെയ്യുന്നതിനെ നള്ളാക്കണം. എന്നിട്ട് അതിനെ അവിടെ നിന്ന് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യും. കാരണം ഇതിനെ പോയിന്റ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഈ നോഡിലാണ് ഈ ഡിലീറ്റ് ചെയ്യപ്പെടേണ്ട നോഡിൻ്റെ അഡ്രസ്സ് ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഏത് നോഡാണ് 30 എന്ന് പറയുന്ന കീവേഡ് ഉള്ള നോഡിനെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഈ 20 എന്ന് പറയുന്ന നോഡിലാണ് 10ൻ്റെ അഡ്രസ്സ് ഉള്ളത്. ഇത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഈ 20 എന്ന് പറയുന്ന ലിങ്ക് ഫീൽഡിൽ ആളുടെ അഡ്രസ്സ് വരണം, ഈ 40 എന്ന് പറയുന്ന നോഡിൻ്റെ അഡ്രസ്സ് വരണം അല്ലേ. അങ്ങനെയാണല്ലോ. ഈ 30നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ 30 എന്ന് പറയുന്ന കീ ഉള്ള നോഡില്ല. പിന്നെ നമുക്ക് ഈ 20ൻ്റെ അടുത്ത കണക്ഷൻ പോകുന്നത് 40ആണ്. 40ലേക്ക് കണക്ഷൻ പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഈ 40ൻ്റെ അഡ്രസ്സ് 2020 എന്ന് പറയുന്ന അഡ്രസ്സ് ആണെങ്കിൽ ആ അഡ്രസ്സിനായിരിക്കണം ഈ 20 എന്ന് പറയുന്ന ഈ ലിങ്ക് ഫീൽഡ് ക്യാരി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതും ഇതേപോലെ തന്നെ പ്രിവ് കറണ്ട് എന്ന് പറയുന്ന 2 നോഡുകളെ വെച്ച് പറയാം. രണ്ടിനെയും ആദ്യം ഹെഡാക്കി വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഹെഡാക്കി വെക്കുമ്പം ഈ കറണ്ടിൻ്റെ പോയിന്റർ ഫീൽഡ് എന്ന് പറയുന്നത് നള്ളാണോ നോക്കും. നള്ളല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ അടുത്ത നോഡിലേക്ക് പോയിന്റ് ചെയ്യും, അടുത്ത നോഡ് എത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫസ്റ്റ് നോഡിലേക്കുള്ള കണക്ഷൻ മാറ്റി കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രിവും അടുത്ത നോഡിലേക്ക് വരുന്നു. കറണ്ട് എന്ന് പറയുന്നതും അടുത്ത നോഡിൽ. അപ്പോൾ കറണ്ട് ഈക്വൽ ടു കറണ്ട് ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അടുത്ത നോഡിലേക്ക് ഇങ്ങനെ ചാടി പോവും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ അവസാനം കീ 30 എന്ന് പറയുന്ന കീ, അതിനെയാണ് നമ്മൾ കീ വേർഡ് അല്ലെങ്കിൽ കീ ഡാറ്റ എന്ന് പറയുന്നത്. ആ ഡാറ്റ ഉള്ള എവിടെ എത്തി, ആ ഡാറ്റ ഉള്ള ഒരു നോഡിൽ നമ്മൾ എത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ 20 എന്ന് പറയുന്നതിൽ ഈ 40 എന്ന് പറയുന്നതിൻ്റെ അഡ്രസ്സ് സേവ് ചെയ്യണം. ഓക്കെ, 20 എന്ന് പറയുന്നതിൽ 40 എന്ന് പറയുന്നതിൻ്റെ അഡ്രസ്സ് സേവ് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഈ ഒരു ഫീൽഡ് 30 എന്ന് പറയുന്ന കീ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് ആയി പോകും. അതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം,
അപ്പം എന്തിനാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്? 30 എന്ന് പറയുന്ന കീ വാല്യൂ ഉള്ളതിനാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അതായിരിക്കും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ രണ്ടിനെയും ഹെഡ് എന്ന് പറയുന്നതിനെ രണ്ടിനെയും നമ്മൾ കറണ്ട് ആക്കിയിട്ട് കറൻറ്റും പ്രിവും എന്തിലേക്ക് ഹെഡാക്കിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ് ആ ഫസ്റ്റ് നോഡിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് നള്ള അല്ലെങ്കിലാണ് അടുത്ത നോഡിലേക്ക് പോകേണ്ടത്. നള്ളല്ല മാത്രമല്ല ആ കറൻറ്റിൻ്റെ ഡാറ്റ കീ അല്ല. കീ എന്ന് പറയുന്നത് 30 എന്ന് പറയുന്ന കീ വാല്യൂ ഉള്ള അല്ലെങ്കിൽ കീ ഡാറ്റ ഉള്ളതിനെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കറൻറ്റിൻ്റെ ഡാറ്റ എന്ന് പറയുന്നതും നള്ളല്ല, കറൻറ്റിൻ്റെ ഡാറ്റ എന്ന് പറയുന്നതും കീ അല്ല, കറൻറ്റിൻ്റെ ലിങ്ക് എന്ന് പറയുന്നതും നള്ളല്ല എങ്കിൽ എന്ത് സെറ്റ് ചെയ്യണം? പ്രിവ് എന്ന് പറയുന്നത് അടുത്തതിലേക്ക് പോവാം. പ്രിവിലേക്ക് നമ്മൾ കറൻറ്റ് നോഡ് സെറ്റ് ചെയ്യും. ഓക്കെ, കറൻറ്റ് എന്ന് പറയുന്നത് കറൻറ്റ് ലിങ്കിൽ വരുമ്പോൾ എന്താണ് അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ അടുത്ത നോഡിലേക്ക് നമ്മൾ കറൻറ്റ് ചാടിപ്പോവും. ഓക്കെ, ദെൻ കറൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കീ ആണെന്ന് ഐഡൻറ്റിഫൈ ആണെങ്കിലാണ് നമ്മളിങ്ങനെ കീ അല്ലാന്നുണ്ടെങ്കിലും നള്ളല്ലാന്നുണ്ടെങ്കിലുമാണ് ഇത്രയും ചെയ്യുന്നത് അല്ലേ. നള്ളാണെന്നുണ്ടെങ്കിൽ കറൻറ്റ് എന്ന് പറയുന്നത് നള്ളാണെന്നുണ്ടെങ്കിൽ എന്താണ്? എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് കൊടുക്കണം അല്ലേ. കറൻറ്റ് എന്ന് പറയുന്നത് നള്ളാണെന്നുണ്ടെങ്കിൽ എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് കൊടുക്കണം. കാരണം നമുക്ക് കീ വാല്യൂ 30 എന്ന് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇഫിൻ്റെ ഉള്ളിൽ ഇഫ് എൽസ് കറൻറ്റിൻ്റെത് നള്ള് ആണെങ്കിൽ എന്ത് ചെയ്യണം? നള്ളല്ല എന്നുണ്ടെങ്കിൽ പ്രിവ് ലിങ്കിലേക്ക് കറൻറ്റ് ലിങ്ക് കൊടുക്കണം. പ്രിവ് ലിങ്കിലേക്ക് കറൻറ്റ് ലിങ്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ എന്ത് വരും? പ്രിവിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ കറൻ്റ്ലി നമ്മളെ പ്രിവ് എന്ന് പറയുന്നത് ആരാണ്? 20 ആണ് അല്ലേ. പ്രിവിൻ്റെ ലിങ്കിലേക്ക് എന്ന് പറയുമ്പം ഇവിടെ എന്ത് കൊടുക്കണം? കറൻറ്റിൻ്റെ ലിങ്ക്. കറൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. ഇതിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ ലിങ്ക് ഫീൽഡിൽ ഉണ്ടായിരിക്കുക ആരുടെ അഡ്രസ്സാണ്? 1010 എന്ന് പറയുന്നതാണ് നമ്മൾ 40യുടെ അഡ്രസ്സ് എങ്കിൽ നമ്മളുടെ ഈ നള്ളിൽ ഉണ്ടായിരിക്കുക 1010 ആണ്. അപ്പം പ്രിവിൻ്റെ ലിങ്കിലേക്ക് ഇപ്പോൾ കറൻറ്റ് എന്ന് പറയുന്നത് ഈ നോഡാണെങ്കിൽ ആ നോഡിൻ്റെ ലിങ്കിൽ ആരെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? 40ൻ്റെ അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് നമ്മൾ കൊടുക്കണം 1010 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായി? ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കട്ടായി പോവും. എന്നിട്ട് ഇവിടെ ഇതിൻ്റെ ലിങ്ക് വരും. ഓക്കെ, ഇവിടെ 20 എന്ന് പറയുന്നതിൽ കറൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ലിങ്കിലുള്ളത് ആരാണ്? 40 എന്ന് പറയുന്ന നോഡിൻ്റെ അഡ്രസ്സാണ്. ഓക്കെ, അപ്പം ആ അഡ്രസ്സിനെ നമ്മൾ എങ്ങോട്ട് കൊടുക്കുക? 20 എന്ന് പറയുന്നതിൻ്റെ ലിങ്കിലേക്ക് കൊടുക്കുക. അതായത് പ്രിവ് എന്ന് ഇപ്പോൾ കറൻ്റ്ലി പ്രിവ് ഉള്ളത് ആരാണോ അയാളുടെ ലിങ്കിലേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താവും? ഈ സംഭവം ഇവിടെ നിങ്ങളുടെ കട്ടായി പോവും. എന്നിട്ട് ഈ 20 ഈ ഒരു ലിങ്ക് ഫീൽഡ് 40യിലേക്ക് കണക്റ്റ് ആവും. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടെ ഡിലീഷൻ ചെയ്യുന്നത്. ആദ്യം കീ വാല്യൂവിനാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് രണ്ടിനും ഹെഡാക്കി വെക്കുന്നു. അത് ലിങ്ക് എന്ന് പറയുന്നത് കറൻറ്റിൻ്റെ ലിങ്ക് ഫീൽഡ് നള്ളല്ല, കറൻറ്റിൻ്റെ ഡാറ്റ കീ അല്ല എന്നുണ്ടെങ്കിൽ കറൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോഡ് എഴുതുന്നത്. കറൻറ്റിൻ്റെ ലിങ്ക് നള്ളല്ല, അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത് അവിടെ നള്ളാക്കി വെച്ചിരിക്കും. ആൻഡ് ഓൾസോ ഡാറ്റ എന്ന് പറയുന്നത് കീ, രണ്ടും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. കാരണം ഇവിടെ ആൻഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡാറ്റ എന്ന് പറയുന്നത് കീ അല്ലെങ്കിലാണ് നമ്മളിങ്ങനെ നോഡ് ടു നോഡ് അടുത്ത നോഡിലേക്ക് പോകുന്നത്. അതാണ് കറൻറ്റ് ഈക്വൽ ടു കറൻറ്റ് ഡോട്ട് ലിങ്ക്. കാരണം ഇപ്പമുള്ള കറൻറ്റിൻ്റെ ലിങ്ക് ഫീൽഡിലുണ്ടാവും അടുത്തത് എങ്ങോട്ടാണ്, ആർക്കാണ് പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത നോഡിലേക്ക് ഇങ്ങനെ ചാടിപ്പോകും. അതാണ് നമ്മളുടെ ഈ ഒരു കോഡ് പറയുന്നത്. ഇഫ് കറൻറ്റ് ഈക്വൽ ടു നള്ളാണെങ്കിൽ, കറണ്ട് ഫീൽഡ് എന്ന് പറയുന്നത് നള്ളാണെന്നുണ്ടെങ്കിലും ഇത് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം 30 എന്ന് പറയുന്ന ഈ കീ ഫീൽഡ് നമുക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് പറയാം. സോ എലമെൻ്റ് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? പ്രിവ് ലിങ്കിലേക്ക്, അതിൻ്റെ തൊട്ട് മുന്നത്തെ ലിങ്ക് ഫീൽഡിലേക്ക് കറൻറ്റിൻ്റെ ലിങ്ക്, അപ്പോൾ കറൻ്റായിട്ടുള്ള ഒരു നോഡ് ഉണ്ടായിരിക്കും, അതിൻ്റെ ലിങ്കാണ്. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഫീൽഡിൽ ഉണ്ടായിരിക്കും എന്ത്? അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് അവിടെയാണ് ഉണ്ടായിരിക്കുക. അപ്പം ഈ അഡ്രസ്സിനെ നമ്മളുടെ തൊട്ട് മുന്നത്തെ പ്രിവിൻ്റെ അഡ്രസ്സിലേക്ക് കൊടുക്കാം. അപ്പം എന്ത് വരും? ഈ അഡ്രസ്സ് ഇരിക്കുന്നത് ഇയാളുടെ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അഡ്രസ്സ് ഇവിടേക്ക് കൊടുക്കുമ്പോൾ എന്താവും? ഈ നോഡിന് മനസ്സിലാവും ഇയാളെ. ഓക്കെ, അങ്ങനെയാണ് ആ ഡിലീഷൻ വരുന്നത്.
ദെൻ മെർജിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് 1 ലിസ്റ്റ് 2 L1 L2 എന്ന് പറയുന്നതാണിത്. ഈ L1 L2നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫീൽഡിൽ ഈ 10 എന്ന് പറയുന്നതിൻ്റെ അഡ്രസ്സ് അങ്ങോട്ട് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ L1 L2 എന്ന് പറയുന്ന രണ്ട് ലിസ്റ്റുകളെ എന്ത് ചെയ്യണം, ഈ 10 എന്ന് പറയുന്നതിനെ ഇവിടെ അപ്പൻഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ അപ്പൻഡ് ചെയ്യുമ്പോൾ ഒറ്റ ലിസ്റ്റായിട്ട് മാറും. അങ്ങനെയാണ് മെർജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിത് പഠിക്കുന്നത്. അതായത് രണ്ട് ലിസ്റ്റ് ഉണ്ട്, L1 L2 എന്ന് പറയുന്ന രണ്ട് ലിങ്ക്ഡ് ലിസ്റ്റുകളുണ്ട്. അതിലെ മെർജ് L2 ആഫ്റ്റർ L1 എന്ന് പറയുന്നതിന് ശേഷം L1ൻ്റെ ശേഷം ഈ L2നെ ഇതിനോട്ട് അറ്റാച്ച് ചെയ്തിട്ട് വേണം കൊടുക്കാൻ, മെർജ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അതിനെന്ത് ചെയ്താൽ മതി, ഈ 20 എന്ന് പറയുന്നതിൻ്റെ നൾ എന്ന് പറയുന്ന ഫീൽഡ് ആയിരിക്കും ചിലപ്പോൾ. അപ്പം അവിടുത്തെ അഡ്രസ്സിൽ, അവിടുത്തെ ലിങ്ക് ഫീൽഡിൽ ഈ ഡാറ്റൻ്റെ അഡ്രസ്സ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് അങ്ങോട്ട് ലിങ്ക് ആവും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കണ്ടില്ലേ, ഇപ്പോൾ 20ൻ്റെ ഈ ഹെഡിലായിരിക്കും നമ്മളുടെ 20ൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കുക, 10 എന്ന് പറയുന്നതിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ 20ൻ്റെ ലിങ്ക് ഫീൽഡിലേക്ക് 10ൻ്റെ അഡ്രസ്സ് കൊടുക്കുമ്പോൾ എന്താവും, ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള ഹെഡ് അങ്ങോട്ട് കട്ടായി പോകും, എന്നിട്ട് ഇതിങ്ങോട്ട് ലിങ്ക് ചെയ്യും. ഓക്കെ, അപ്പം അതാണ് PTR = head 1. ഫസ്റ്റ് 1 head 1 ആണ്. അതിനെ PTR എന്ന് പറയുന്ന വേരിയബിൾ വെച്ച് കൊടുക്കുക. PTRൻ്റെ ലിങ്ക്, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹെഡിൻ്റെ ലിങ്ക് നള്ളല്ലെങ്കിൽ നമുക്ക് അടുത്ത നോഡിലേക്ക് ഇങ്ങനെ പോകണം. ഓക്കെ, അപ്പോൾ അങ്ങനെ അവസാനം PTR = PTR ലിങ്ക് എന്ന് പറയുന്നത് കൊടുക്കുമ്പോൾ അടുത്ത നോഡിലേക്ക് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. രണ്ടാമത്തത് PTR ലിങ്ക് എന്ന് പറയുന്നത് head 2 ആയി കൊടുക്കുക. PTRൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് head 2 ആയി കൊടുക്കുക. ഈ head 2-ലാണ് നമ്മളിപ്പോൾ രണ്ടാമത്തെ ലിങ്ക് ലിസ്റ്റിൽ head 2 എന്ന് കണ്ടില്ലേ, ഈ head 2-ലാണ് നമ്മളുടെ രണ്ടാമത്തെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കുക. അപ്പം ആ അഡ്രസ്സ് എന്ന് പറയുന്നത് 1010 ആണെങ്കിൽ ആ 1010നെ ഇപ്പം കറൻ്റ്ലി നമ്മളുടെ PTR എവിടെയാണ്, L1 എന്ന് പറയുന്ന ഫസ്റ്റ് ലിങ്ക്ഡ് ലിസ്റ്റിലാണ് നമ്മൾ PTR ഇപ്പോൾ അവസാനമായിട്ട് വന്ന് നിൽക്കുന്നുണ്ടാവുക. ആ PTRൻ്റെ ലിങ്ക് ഫീൽഡിലേക്ക് എന്ന് പറയുമ്പം ഈ ഫീൽഡിലേക്ക് ഈ head 2-ലുള്ള ആളെ കൊടുത്താൽ മതി. ഈ head 2-ലുള്ളത് എന്താണ്, രണ്ടാമത്തെ ലിങ്കിൻ്റെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ്. അപ്പം ഈ അഡ്രസ്സ് ഇങ്ങോട്ട് ഈ 1010ലേക്ക് കൊടുക്കുമ്പം എന്താവും, നമ്മൾ ഈ head 2 എന്ന് പറയുന്നത് അവിടെ അങ്ങോട്ട് കട്ടായി പോകും. അപ്പോൾ head = head 1 ആവും. അതായത് ഫസ്റ്റ് 1 എന്ന് പറയുന്നതാണ് head 1 ആണ് നമ്മളുടെ കറൻ്റ്ലി ഉള്ള ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഇതിങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി കട്ടായി പോകുന്നു. ഈ ലിങ്ക് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.